കാട്ടാനാക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും സിപിഎമ്മും കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ ആദിവാസി കർഷകൻ കാട്ടാനാക്രമണത്തിൽ മരിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ചിന്നക്കനാൽ ടാങ്കുകുടിയിൽ വെച്ച് കാട്ടാനക്കൂട്ടം കണ്ണനെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് കൂടുതൽ ആളുകളെത്തി ആനകളെ ഓടിച്ച ശേഷമാണ് കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ചിന്നക്കനാലിലെ ആദിവാസി മേഖലകളിലടക്കം പതിവായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും നാശം വിതയ്ക്കുമ്പോഴും വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മരിച്ച കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇവിടെ പ്രശ്നക്കാരായിട്ടുള്ള ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ അരിക്കൊമ്പൻ മോഡലിൽ പിടിച്ച് ഈ നാട് കടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ മരണപ്പെട്ട കണ്ണൻ എന്ന് പറയുന്ന അയാൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും 5 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറുമെന്നും ദേവികുളം എംഎൽഎ എ രാജ പറഞ്ഞു. കാട്ടാനയാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഉപ്പുതറ കാക്കത്തോട് ഫോറസ്റ്റ് ഓഫീസ് സിപിഎം പ്രവർത്തകർ ഉപരോധിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.